എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് 3-4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം ഞാൻ വിഷ്ണുമായ സ്വാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് ഞാൻ പോയി. എനിക്ക് നല്ലൊരു വിസ കിട്ടി. അപ്പോൾ ഈ വിസ കിട്ടിക്കഴിഞ്ഞു. ഞാൻ അവിടെ മസ്കറ്റിലേക്ക് കിട്ടി. മസ്കറ്റിൽ അവിടെ ചെന്നു ഒരു 50,000 രൂപ കൊടുത്തുട്ടോ സ്പോൺസർക്ക്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം തന്നെ നല്ലൊരു വീട് കിട്ടിയിട്ടാ. നല്ലൊരു വീട് കിട്ടിയപ്പോൾ ശമ്പളം ഇരട്ടി ശമ്പളമായിട്ട് കിട്ടിക്കഴിഞ്ഞൊരു തള്ളേനെ നോക്കാനായിട്ട് അവിടെ ചെന്നു. അവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവൾ ലീവിന് പോയിരിക്കുക. അപ്പോൾ തള്ള ഒന്ന് നോക്കുക, അതിന് ബാത്റൂമിൽ കൊണ്ടുപോകുക, അതിനെ കുളിപ്പിക്കുക, അതിൻ്റെ ഡ്രസ്സ് കഴുകുക, അതിന് ഭക്ഷണം കൊടുക്കുക, അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഡബിൾ ശമ്പളം വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരി വരികയാണ് കേട്ടോ. അവിടുത്തെ ജോലിക്കാരി വന്നിട്ട് വരുന്ന സമയത്ത് തന്നെ വേറൊരു വീട്ടിലാക്കി. അതും നല്ലൊരു വീട്. അപ്പം ഞാൻ എൻ്റെ വിഷ്ണുമായ സ്വാമിക്ക് കാണിക്ക വെച്ച ഒരേ രൂപ ഞാൻ ഇട്ട് വയ്ക്കും. അങ്ങനെ ഇട്ട് വയ്ക്കണം. കാരണം പറഞ്ഞ കാര്യം സാധിച്ച് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ നിന്ന് ഞാൻ 3-4 വീട് മാറി ഭാഷയൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ വാടക എഴുതി വെച്ചിരിക്കുന്നു അറബിയുടെ പേരിൽ. അങ്ങനെ ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ശരി വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു. 2 വർഷത്തെ ഗ്യാരണ്ടിയിൽ വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ വീടിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ നമ്പർ എഴുതി വെച്ചപ്പോൾ ആൾക്കാർ ഇങ്ങനെ പെണ്ണുങ്ങളാണ് കേട്ടോ, പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ. അങ്ങനെ വിളിച്ച് 3 റൂമുള്ളായിരുന്നു 6 റൂമാക്കി വാടകയ്ക്ക് കൊടുത്തു. 2 ബാത്റൂം 1 അടുക്കള വാടകയ്ക്ക് കൊടുത്തു. പിന്നെ എനിക്ക് എന്താ പറയുക, നല്ല അവർക്കിപ്പോൾ 3 റൂം 6 റൂമാക്കി വാടകയ്ക്ക് ഞാൻ 200 റിയാൽ കൊടുത്താൽ മതി. എനിക്കപ്പോൾ 1000-800 റിയാലിൻ്റെ വരുമാനമായി. എനിക്ക് ജോലിക്കൊന്നും ഞാൻ പോകണില്ല. അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കണു, സന്തോഷമായിട്ട് ജീവിക്കണു. അങ്ങനെ ഞാൻ ദിവസം 1 രൂപ ഇടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരികൾ വിഷമം പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ വിഷ്ണുമായ സ്വാമിനെ വിളിക്ക് എന്ന് പറയും. ആണെങ്കിലത്തെ നമ്പർ കൊടുക്കും, അവർക്ക് വിളിക്കും, അവരും വിചാരിക്കുന്ന കാര്യം സാധിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവർ, ഞാൻ മലയാളിയാണ് കേട്ടോ, ഞാൻ വിളിക്കുന്ന പോകണ്ടെങ്കിൽ ആളെയാണ് വിളിക്കുക, പൈസയൊക്കെ ബാങ്കിൽ നിന്ന് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ലീല, എനിക്ക് എൻ്റെ ഭാര്യ ഇവിടെ നേഴ്സാണ്, 2 മക്കളുണ്ട്, ഒരു മകൻ ഒരു ശകലം ബുദ്ധി കുറവാണ്. ഞാൻ നാട്ടിൽ പെര വയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് നടക്കണില്ല, തറയൊക്കെ കെട്ടി അത് പൊളിച്ച് കളയാൻ അങ്ങനെ കഷ്ടത്തിലായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജൻ്റെ പേര് ഒരു കാര്യം ചെയ്യും, ഞാൻ തൃശ്ശൂരാണ് അധികം ഉള്ളത്, നമ്മുടെ വിഷ്ണുമായ സ്വാമി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മുടെ അവണയങ്കാടുണ്ട് തൃശ്ശൂർ പെരുങ്ങോട്ടുകര, അവണയങ്കാട് നമ്പർ ഞാൻ തരാം, നീ വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പറഞ്ഞു തരും. വിഷ്ണുമായ സ്വാമിനെ നീ വിശ്വസിച്ച് നോക്കിയാൽ ഉറപ്പായിട്ട് നിൻ്റെ കാര്യം നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി എന്നാൽ അവൻ കൊല്ലത്തുകാരനാണ്, ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തു. അവൻ വിഷ്ണുമായ അവരെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോ വീട്ടിൽ വെച്ച് അവൻ കാണിക്കിട്ട് വെച്ച് അവനൊരു കൊല്ലാവുമ്പോഴേക്കും അവൻ തമിഴ്നാട്ടിലൊരു ഫ്ലാറ്റ് എടുത്തു, കാശ് കൊടുത്തെടുത്തു. പിന്നെ അവനും അത് ഇതായിട്ട് അപ്പോൾ അവന് വിഷ്ണുമായ സ്വാമിനെ ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരാൾ വീട്ടു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ പറഞ്ഞു. ആളോടും പറഞ്ഞപ്പോൾ ആൾ ആലപ്പുഴക്കാരനാണ്. ആളോട് പറഞ്ഞപ്പോൾ ആളും അതെ, അവനെങ്കിലേക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു, വഞ്ചി ഇട്ട് വയ്ക്കുന്നു, കാശ് ഇട്ട് വയ്ക്കുന്നു, അവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ വിഷ്ണുമായ സ്വാമീനെ ആൾക്കും വിശ്വാസമായി. പിന്നെ എൻ്റെ കൂട്ടുകാരികളും അവർക്കെല്ലാവർക്കും വിശ്വാസമായിട്ടോ. കാരണം എൻ്റെ കഥ ഞാൻ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും വിശ്വാസമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പൈസ ഇട്ട് വെച്ച് നാട്ടിൽ വരുമ്പോൾ പൈസ കൊണ്ട് അവിടെ എത്തിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേറെ എവിടേക്കെങ്കിലും പോകും. അത്രയും വിളിപ്പുറത്താണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ വീടുകൾക്ക് വേണ്ടി മാത്രം ഓരോ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഓരോ കർമ്മം അത് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ആർക്ക് വേണ്ടി, ഇപ്പോൾ നമ്മൾ ചിലവർക്ക് ഭയങ്കര പേടി വിഷ്ണുമായ സ്വാമിനെ, ഒരിക്കലും പേടിക്കണ്ട.
വിഷ്ണുവായ സ്വാമി നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് വരും, ആരും ദ്രോഹിക്കില്ല. വെറുതെ പറയുന്നത് ആൾക്കാർ ചാത്തനാണ്, വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നാട്ടുകാർ നശിക്കാനൊന്നിനും പ്രാർത്ഥിച്ച് അവിടെ പറ്റില്ല, അതെല്ലാം തിരിച്ചടിക്കുകയുള്ളൂ. ഒരിക്കലും വിഷ്ണുവായ സ്വാമി ഒന്നും അതിന് കൂട്ടു നിൽക്കില്ല. നമ്മൾ വിളിക്കുന്നിടത്ത് വരും. അത് വിഷ്ണുവായ സ്വാമിയുടെ അമ്മ കോളിവാക പാർവതി ദേവി രൂപം, കോളിവാകയുടെ രൂപത്തിൽ പാർവതി ദേവിയാണല്ലോ, പിന്നെ ശിവനാണല്ലോ അച്ഛൻ. അപ്പം അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിഷ്ണുവായ സ്വാമിയോട് പറഞ്ഞിരിക്കുന്നത് ആരെ വിളിച്ചെടുത്ത് പോയി കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. ആ കാര്യം സാധിപ്പിച്ചു കഴിഞ്ഞാൽ ആ കയ്യോടെ മേടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരാളെ ദ്രോഹിക്കാനോ അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ആൾ. നമ്മളത് എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അത് നമുക്കും വിഷമമാണ്, ആൾക്കത് കിട്ടണം. അത്രയ്ക്കുള്ള വിഷ്ണുവായ സ്വാമിക്കാണ്ട് വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ വിഷ്ണുവായ സ്വാമിയെ കൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ നാട്ടിൽ വരുന്നു പോകണം. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ എനിക്ക് വിഷ്ണുവായ സ്വാമിൻ്റെ പേരിലൊരു ഓട്ടോറിക്ഷ മേടിക്കാം എന്ന്. അപ്പോൾ എനിക്ക് ജനങ്ങൾ നെഗറ്റീവായിട്ട് കാണും കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ നെഗറ്റീവായിട്ട് കാണാം. ചാത്തനെ വിളിക്കണം, വിഷ്ണുവായ സ്വാമിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിയുള്ളവർ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കൊരു ഓട്ടോറിക്ഷ വിഷ്ണുവായ സ്വാമിൻ്റെ പേരുള്ള എനിക്കൊരു ഓട്ടോറിക്ഷ മേടിച്ചാൽ ഞാൻ പേരിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നെഗറ്റീവായി ചിന്തിക്കും. ഭഗവാനെ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ലീവിന് വന്നു. ഈ ലീവിന് വന്നപ്പോണ്ട് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ കൂട്ടുകാരൻ അടുത്തുള്ള തന്നെ അവനൊരു ഓട്ടോറിക്ഷ, അതൊന്ന് വിഷ്ണുമായ എന്ന് പേര്, ഓട്ടോറിക്ഷയും കൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചേ, എടാ മോനെ നീ അവനെങ്ങാട്ടി പോണ്ട? ആ ഉവ ചേച്ചിയായിരുന്നു. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണുമായ പേരുള്ളൊരു വണ്ടി വേണം എന്നുള്ളത്. നമ്മളവിടെ പോയി പേര് ഇടണമല്ലോ, ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവായിട്ടല്ലേ ചിന്തിക്കുകയെന്ന്. അതിനെന്താ ചോദിച്ചാൽ ഞാൻ ഈ വണ്ടി കൊടുക്കാം, എനിക്ക് ജോലി കിട്ടി, ഇപ്പോൾ വണ്ടി എടുക്കാൻ എനിക്ക് സമയമില്ല, ജോലി എന്നാൽ നീ കൊടുക്കണ്ട. അപ്പം അവൻ മേടിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ, നീ കൊടുക്കണ്ടെന്ന് വെച്ചു. തരാൻ ചേച്ചിയെന്ന്. ശരിയെന്നും പറഞ്ഞാൽ അവിടെ എന്നെ വെച്ച് വണ്ടി കച്ചവടമാക്കി. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണത്തിൻ്റെ കോയിനൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ എൻ്റെ മോനെ അവന് വിട്ട് കാശ് വിറ്റ് അവൻ്റെ കാശ് എണ്ണി കൊടുത്തു. ആ വണ്ടി ഞാൻ മേടിച്ചു. ഇപ്പം എൻ്റെ രണ്ടാമത്തവൻ അത് ഓടിക്കുന്നുണ്ട്. അവൻ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പം 15 വർഷമല്ല അതിന് മേലെ ആ വണ്ടി മേടിച്ചിട്ട് സുന്ദരമായിട്ട് ഓടണം. അതുപോലെ ഇനിയും എനിക്ക് വിഷ്ണുവായ സ്വാമിയുടെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ആരും വിഷ്ണുവായ സ്വാമിനെ പേടിക്കേണ്ട കാര്യമില്ല. എന്ത് കാര്യം വിചാരിച്ചാലും അത് നമ്മൾ അവനെയും കാട്ടിൽ അതാണ് തറവാട്. അവനെയും കാട്ടിന് ശരിക്കും തറവാട്. മറ്റുള്ളതൊക്കെ തറവാട്ടിൽ നിന്നും കൊണ്ടുപോയിട്ട് വെച്ചിരിക്കേണ്ട. പക്ഷേ കാനാടിമടക്കം നല്ല വലിയ എല്ലാം വിഷ്ണുവായ സ്വാമിയാണ്, വലിയൊരിതാണ്. പക്ഷെ തറവാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവനെങ്കാടാണ്. അതുകൊണ്ട് ഞാൻ തറവാട്ടിലാണ് വല്ലപ്പോഴും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും ഞാൻ ഭഗവാനോട് പറയും, പ്രാർത്ഥിച്ച് ഞാൻ പറയും, ഭഗവാനെ എൻ്റെ മക്കളെ ഞാൻ മരിച്ചു കഴിഞ്ഞ് എനിക്ക് പറ്റുന്ന കാലം വരെ ഞാൻ ഈ വഞ്ചിയിൽ പൈസ ഇട്ട് കാണിക്കിട്ടിട്ട് ഞാൻ എത്തിക്കും. എൻ്റെ മക്കളെ ഉപദ്രവിക്കരുത്, മക്കളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഈ ജനങ്ങൾ പറയണത് കൊണ്ടേ നെഗറ്റീവായിട്ട് പറയണതുകൊണ്ട്, അതുകൊണ്ട് എൻ്റെ കാലം വരെ ഞാൻ തരുള്ളൂ. അതിന് ശേഷം ആരുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ പേര് ലീലാസ് ഗൾഫ് ലൈഫ് കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ഭയങ്കര കഷ്ടം, എനിക്ക് കിട്ടണില്ല. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ മണി ഒന്ന് തൊട്ടാൽ മതി കേട്ടോ. ഓക്കെ, ബൈ.